വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമി മലയാളം. ലേൺ എക്കണോമി മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷനെ കുറിച്ചാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ഫോർ ദ സെയിം. ആദ്യമായി തന്നെ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് നോക്കാം. തുടക്കത്തിലെ നമ്മൾ എന്താണ് ഇൻഫ്ലേഷൻ എന്നും ഇൻഫ്ലേഷനെ കുറിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും ആണ് പറയാനായിട്ട് പോകുന്നത്. എന്നിട്ട് നമ്മൾ ഇൻഫ്ലേഷന്റെ ഡിഫറെന്റ് ടൈപ്സിനെ പറ്റിയിട്ട് നോക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്നത് ബേസ്ഡ് ഓൺ കോസസ് എങ്ങനെയാണ് ഇൻഫ്ലേഷനെ നമ്മൾ പല കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ബേസ്ഡ് ഓൺ റേറ്റ്, അതായത് റേറ്റ് അനുസരിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഇൻഫ്ലേഷനെ പല ടൈപ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത് എന്നാണ്. എന്നിട്ട് നമ്മൾ കൺക്ലൂഷനിലേക്ക് പോകുന്നു. അപ്പൊ ആദ്യമേ തന്നെ എന്താണ് ഇൻഫ്ലേഷൻ? അപ്പൊ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്, നമ്മുടെ സാധനങ്ങൾ മാർക്കറ്റിലായിട്ട് വാങ്ങാനായിട്ട് പോകുമ്പോൾ സാധനങ്ങളുടെ വില കൂടുന്നു. ഇപ്പൊ ഗോൾഡ് പ്രൈസ് നമ്മൾ ന്യൂസ് പേപ്പറിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇന്നത്തെ റേറ്റ് ആയിരിക്കണം ഇന്നില്ല നാളെ. അഗൈൻ പെട്രോളിന്റെ പ്രൈസ് അതും ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വലിയ ഒരു കാര്യമാണ് എന്താണ് ഈ പ്രൈസ് ഹൈക്ക് അല്ലെങ്കിൽ വിലക്കയറ്റം. അപ്പൊ ഈ വിലക്കയറ്റത്തിനെ തന്നെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മുടെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഹൈക്കിംഗ് പ്രൈസ് എന്ന് നമ്മൾ പറയുന്നത് ഒരു കാരണവശാലും ഇന്ന് കുറഞ്ഞിരിക്കുന്ന പ്രൈസ് നാളെ പെട്ടെന്ന് കൂടുന്ന ഒരവസ്ഥ അല്ല ഇൻഫ്ലേഷൻ. മറിച്ച് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ എടുക്കുമ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്താണ് സംഭവിക്കുന്നത്? പ്രൈസ് കൂടുന്ന ഒരവസ്ഥ, പ്രൈസ് കൂടുന്ന ഒരവസ്ഥ, പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരവസ്ഥ. ഇതാണ് ഇൻഫ്ലേഷൻ. ഓക്കെ, അപ്പൊ എന്താണ് സംഭവിക്കുന്നത് ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ? ഇപ്പൊ ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ സാധനങ്ങളുടെ വില കൂടുന്നു, പക്ഷെ അതനുസരിച്ച് നമ്മുടെ ഇൻകം കൂടണം എന്നില്ല, അല്ലെ? അപ്പൊ ഇന്നലെ ഞാൻ ഒരു സാധനം 100 രൂപയ്ക്ക് മേടിച്ചു, പക്ഷെ അടുത്ത മാസം അതേ സാധനം ഞാൻ 100 രൂപയ്ക്ക് വാങ്ങാൻ ചെന്നപ്പോൾ അതിന്റെ പ്രൈസ് 120 രൂപയായിട്ടുണ്ടെങ്കിൽ ഞാൻ 120 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതേ സാധനം അതേ ക്വാണ്ടിറ്റിയിൽ എനിക്ക് കിട്ടുള്ളൂ, അല്ലെ? അപ്പൊ പർച്ചേസിംഗ് പവറിന് ഇവിടെ ഒരു റിഡക്ഷൻ ആണ് വരുന്നത്. പർച്ചേസിംഗ് പവർ ഓഫ് മണിക്ക് എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഒരു ഫോള് സംഭവിക്കുന്നു, അല്ലെ? അപ്പൊ കാശിന് വില ഉണ്ടാവുമോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാശിന്റെ വില അല്ലെങ്കിൽ നമ്മുടെ ഏത് കറൻസി ആണോ നമ്മൾ സാധനം മേടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ കറൻസിയുടെ വിലക്ക് ഇവിടെ ഒരു ഫോൾ ആണ് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റും, സെയിം എമൗണ്ട് ഓഫ് മണി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിളിൽ 100 രൂപ തന്നെ നിങ്ങൾ കൊടുത്ത് ഈ മാസവും ആ സാധനം വാങ്ങാം എന്ന് വിചാരിച്ച് മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് അതേ ക്വാണ്ടിറ്റിയിൽ സാധനം കിട്ടില്ല. സാധനം കിട്ടുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. ഒന്നുകിൽ നിങ്ങൾ കൂടുതൽ പ്രൈസ് കൊടുത്ത് സെയിം ക്വാണ്ടിറ്റി മേടിക്കുന്നു, അതല്ലെങ്കിൽ നിങ്ങൾ സെയിം പ്രൈസ് കൊടുത്തിട്ട് എന്ത് വാങ്ങുന്നു? കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങുന്നു. അപ്പൊ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണ് ഇൻഫ്ലേഷനിൽ സംഭവിക്കുന്നത്. പൈസയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇൻഫ്ലേഷൻ വരാൻ ആക്ച്വലി ഒരുപാട് റീസൺസ് ഉണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലേഷന് ലേക്ക് വഴി തെളിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇക്കോണമിയിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത് എന്തൊക്കെയാണ് ആ ഫാക്ടേഴ്സ്, എങ്ങനെയൊക്കെയാണ് ഈ ഫാക്ടേഴ്സ് ഇൻഫ്ലേഷനിലോട്ട് നമ്മുടെ ഇക്കോണമിയെ നയിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ബേസ്ഡ് ഓൺ കോസസ് അനുസരിച്ച് അല്ലെങ്കിൽ കാരണങ്ങളുടെ ബേസിസിൽ നമുക്ക് എങ്ങനെയാണ് ഇൻഫ്ലേഷനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ ആദ്യത്തെ സെഷനിൽ നോക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് അല്ലെങ്കിൽ കാരണങ്ങളെ ബേസിസിൽ നമ്മൾ ഇൻഫ്ലേഷൻ നോക്കുമ്പോൾ ആദ്യത്തെ ഇൻഫ്ലേഷന്റെ പേരാണ് ഡിമാൻഡ് പൂൾ ഇൻഫ്ലേഷൻ. അപ്പൊ എന്താണ് ഈ ഡിമാൻഡ് പൂൾ ഇൻഫ്ലേഷൻ? ഡിമാൻഡ് ഇൻഫ്ലേഷനെ മുകളിലോട്ട് വലിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഡിമാൻഡ് കാരണം പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഡിമാൻഡ് പൂൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് വരാനുള്ള ഒരു അവസ്ഥ നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട് എന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിൽ ഒരു കാരണവശാലും നമ്മളുടെ ആവശ്യത്തിൽ കൂടുതൽ കാശ് വരാൻ ഒരു ചാൻസും ഇല്ല. കാരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്റെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ ഇനി എനിക്ക് 1000 വേണം, 1000 ഉണ്ടെങ്കിൽ 10,000 വേണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് ഒരു അവസാനം ഇല്ലാത്തൊരവസ്ഥയും, അപ്പോൾ ആവശ്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള കാശ് ലിമിറ്റഡ് ആണ് എന്ന് തോന്നുന്ന ഒരവസ്ഥയാണ് എപ്പോഴും ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ച് വരുന്നത്. സോ ഇപ്പൊ നമുക്ക്
എന്താണ് നമ്മളൊന്ന് അസ്യൂം ചെയ്യുകയാണ് നമ്മുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. അപ്പൊ ഒരുപാട് കാശ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കയ്യിൽ ഒരുപാട് കാശുണ്ടെങ്കിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഡിമാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ? നമ്മൾ ഡിമാൻഡ് അവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കാശ് വന്നു, നമ്മൾ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നു. പക്ഷെ അതനുസരിച്ച് സപ്ലൈ മാർക്കറ്റിൽ ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഡിമാൻഡ് പെട്ടെന്ന് കൂടി എന്ന് വിചാരിച്ചിട്ട് അതനുസരിച്ച് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കൂട്ടാൻ പറ്റുന്ന അല്ല ഈ സപ്ലൈ. ഫോർ എക്സാമ്പിൾ, എന്റെ കയ്യിൽ കുറച്ച് കൂടുതൽ കാശുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ഒരു 6 മാസത്തേക്കുള്ള അരി ഞാൻ സ്റ്റോക്ക് ചെയ്യുകയാണ്, വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുകയാണ്. അതേപോലെ എല്ലാവരും മാർക്കറ്റിൽ പോകുന്ന എല്ലാവരും അങ്ങനെ തന്നെ വിചാരിക്കുകയാണെങ്കിൽ അവിടെ അരിയുടെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതനുസരിച്ചിട്ട് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അരി ഈ ഫാർമേഴ്സിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം അത് അരിയുടെ പ്രൊഡക്ഷൻ കുറച്ച് സമയമെടുത്ത് സംഭവിക്കുന്ന ഒരു കാര്യം അല്ലെ? അതായത് നെല്ല് വിതയ്ക്കണം, പിന്നെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം, കള പറിക്കണം, കാര്യങ്ങളൊക്കെ ഫെർട്ടിലൈസർ ആഡ് ചെയ്യണം. അങ്ങനെ കുറെ കാലഘട്ടം എടുക്കുന്ന ഒരു സംഭവമാണ് ഈ നെല്ല് അത് അരിയായി മാറുന്നത്. അതായത് നമ്മൾ വിതച്ച നെല്ല് അരിയായി പിന്നീട് മാറുന്നത്. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും. അപ്പൊ ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ ഡിമാൻഡ് കൂടി അതേസമയം സപ്ലൈ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. സപ്ലൈക്ക് എന്താണ് സംഭവിക്കുന്നത്? സപ്ലൈ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്ന ഒരവസ്ഥയിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, പ്രൈസ് കൂടുക എന്നുള്ളത്. അപ്പൊ കൂടുതൽ കാശ് കൊടുത്ത് സാധനം മേടിക്കാൻ കഴിവുള്ളവർ വന്ന് വാങ്ങിക്കോട്ടെ അല്ലെ? അപ്പൊ ഡിമാൻഡ് എക്സീഡ് സപ്ലൈ, ഒരു എക്സസ് ഡിമാൻഡ് മാർക്കറ്റിൽ അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കാരണം പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന്റെ ഡിമാൻഡ് പൂൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കും. അപ്പൊ ആൾക്കാരുടെ കയ്യിൽ കാശ് വരാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഗവൺമെന്റ് ആൾക്കാർക്ക് കൊടുക്കുന്ന സബ്സിഡി കൂട്ടുകയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ആൾക്കാർക്ക് കൊടുക്കുന്ന സാലറിയോ പെൻഷൻസോ അങ്ങനെ എന്തെങ്കിലും കൂട്ടുകയാണ്. അപ്പൊ അത് കാരണം എന്ത് കിട്ടുന്നു? കൺസ്യൂമേഴ്സ് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. ഗവൺമെന്റിന്റെ സ്പെൻഡിങ് കൂടിയത് കാരണമാണ് കൺസ്യൂമർ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാങ്ക് പറയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കുറയ്ക്കുകയാണ്. അപ്പൊ ഇൻട്രസ്റ്റ് ബാങ്കിൽ കുറഞ്ഞു കിടക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന നമ്മൾ എന്ത് ചെയ്യുന്നു? ബാങ്കിൽ പോയി ലോൺ എടുക്കാനുള്ള ഒരു പ്രവണത കാട്ടുന്നു. സോ ലോൺ അവിടെ കൂടുന്നു. ഇപ്പൊ ലോൺസ് കൂടപ്പോ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ലോൺ എടുക്കുമ്പോൾ എന്റെ കയ്യിൽ കൂടുതൽ കാശുണ്ട്. അപ്പോ ഇക്കോണമിയിലെ മണി സപ്ലൈ അവിടെ കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ? MS അല്ലെങ്കിൽ മണി സപ്ലൈ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതും കാണിക്കുന്നത് ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ കാശുണ്ട് എന്നാണ്. അപ്പൊ ഇതും എന്തിന് കാരണമാകുന്നു? പ്രൈസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമാകും. കാരണം നമ്മുടെ കയ്യിൽ കാശുണ്ട്, പക്ഷെ അതേസമയം സപ്ലൈ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. നമ്മുടെ കയ്യിൽ കാശുള്ളത് കാരണം നമ്മൾ ഡിമാൻഡ് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു. സോ ഈ ഒരു 2 ആസ്പെക്ട്സും കൂടെ കോഎക്സിസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ച് വരുമ്പോഴേക്കും പ്രൈസ് കൂടുന്നു. ഇതിനെയാണ് നമ്മൾ ഡിമാൻഡ് പൂൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് തമാശയ്ക്ക് വേണമെങ്കിൽ പറയാം, ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്സ്. അതായത് നമ്മുടെ കയ്യിൽ കൂടുതൽ കാശുണ്ട്, ഈ കൂടുതൽ കാശും വെച്ചിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അവസ്ഥ അല്ലെ? നമ്മൾ നേരത്തെ കണ്ടു, പ്രൈസ് കൂടുന്ന അവസ്ഥയിൽ ഒന്നുകിൽ നമ്മൾ കുറച്ച് സാധനം പഴയ പ്രൈസിൽ മേടിക്കണം, അതല്ലെങ്കിൽ നമ്മൾ പഴയ ക്വാണ്ടിറ്റി തന്നെ വാങ്ങണമെന്ന് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ പ്രൈസ് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അതാണ് ഈ ഇൻഫ്ലേഷൻ. അപ്പൊ ഇതാണ് നമ്മൾ ഡിമാൻഡ് പൂൾ ഇൻഫ്ലേഷൻ. അതായത് ഡിമാൻഡ് കൂടുന്നു, സപ്ലൈ കോൺസ്റ്റന്റ് ആവുന്നു, പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അടുത്തത് നമ്മൾ വരുന്നത് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനിലേക്കാണ്. അതായത് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ബേസ്ഡ് ഓൺ കോസസ് എന്നാണ് പറയുന്നത്. ഇവിടെ ഇൻഫ്ലേഷൻ കൂടാനായിട്ട് വരുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അപ്പൊ ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആരാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ആരാണോ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരാണ് ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ ഒരു പ്രൊഡ്യൂസർ അദ്ദേഹത്തിന്റെ ഫാക്ടറിയിൽ എന്തെങ്കിലും ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ബിസ്ക്കറ്റ് എടുക്കാം. ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ, അപ്പൊ ഇദ്ദേഹം ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് ഫാക്ടേഴ്സിനെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, അദ്ദേഹത്തിന് വീറ്റ് ഫ്ലോർ വേണം, ഷുഗർ വേണം, അല്ലെങ്കിൽ മൈദ വേണം, പിന്നെന്താണ് വീറ്റ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ വേണം, ഷുഗർ വേണം, പിന്നെ റിഫൈൻഡ് ഓയിൽ വേണം. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇവിടെ വരുന്നുണ്ട്, ഒരുപാട് റോ മെറ്റീരിയൽസ് വരുന്നുണ്ട്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഈ റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് കൂടിയാൽ അദ്ദേഹത്തിന് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ കൂടുകയാണ്. റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് കൂടിയാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നു. അപ്പോൾ റാഷണൽ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഒരു കാരണവശാലും
ഈ കോസ്റ്റ് കൂടുന്ന ഒരു അവസ്ഥയിൽ ഒരു ലോസ് ബെയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടില്ല. അപ്പോൾ ഈ റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് കൂടുമ്പോൾ നമ്മൾ യഥാർത്ഥ ഫൈനൽ ഗുഡിന്റെ, അതായത് ബിസ്ക്കറ്റിന്റെ പ്രൈസ് അവിടെ കൂട്ടിയിട്ടില്ലെങ്കിൽ ഈ പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ലോസ് ആണ് വരുന്നത്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ റോ മെറ്റീരിയൽസിന്റെ പ്രൈസ് ഹൈക്കിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ബിസ്ക്കറ്റിന്റെ പ്രൈസും കൂട്ടുന്നു. പ്രൈസ് ഓഫ് ഫൈനൽ ഗുഡും അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്കറ്റിൽ ചെന്ന് ബിസ്ക്കറ്റ് മേടിക്കുമ്പോൾ പ്രൈസ് കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും വരുന്നത്. ഇത് മെയിൻ ഇന്റൻഷൻ ഓഫ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് മാർജിനെ നിലനിർത്താനാണ്. പ്രോഫിറ്റ് മാർജിനിൽ ഇടിവ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോ മെറ്റീരിയലിന്റെ പ്രൈസ് ഹൈക്ക് കാരണം പ്രൊഡ്യൂസറിനുണ്ടായ ഈ ബർഡൻ കൺസ്യൂമേഴ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. ഓക്കെ, സോ ഇതാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. അടുത്ത ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് മോണിറ്ററി ഇൻഫ്ലേഷൻ. അപ്പൊ ഈ മോണിറ്ററി ഇൻഫ്ലേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സംതിങ് റിലേറ്റഡ് ടു മണി. മണിയായിട്ട് എന്തോ ഒരു റിലേഷൻ ഉള്ള ഒരു ആസ്പെക്ട് ആണ് ഈ മോണിറ്ററി ഇൻഫ്ലേഷൻ. ഡെഫിനറ്റ് ആയിട്ടും അത് അങ്ങനെ തന്നെയാണ്. മണിയായിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷന് കണക്ഷൻ വരുന്നത്. അതായത് ഇക്കോണമിയുടെ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് എന്ത്? മോണിറ്ററി ഇൻഫ്ലേഷൻ. ഫോർ എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം. അപ്പോൾ നമ്മുടെ RBI പറയുന്നു ഇൻട്രസ്റ്റ് റേറ്റ് ഇനി മുതൽ കുറച്ച് മാത്രം ലോൺ കൊടുത്താൽ മതി. അപ്പൊ ആൾക്കാർക്ക് ലോൺ കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം എന്ന് കമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ അടുത്ത് RBI പറയുകയാണ്. സോ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നു. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ ഒരു ഇന്റൻഷൻ എന്തായിരിക്കും? ലോൺ എടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഓക്കെ, ഒരു ലോണൊക്കെ എടുത്തിട്ട് ഒരു 2 വീലർ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഒരു ലോൺ എടുത്തിട്ട് ഒരു വീട് വെക്കാം, അല്ലെങ്കിൽ ഒരു ലോൺ എടുത്തിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അന്ന് നമ്മൾ ലോൺ എടുക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമ്മൾ ബാങ്കിൽ പോയി അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ ഇൻട്രസ്റ്റ് നല്ല രീതിയിൽ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഇൻട്രസ്റ്റ് കുറയട്ടെ. ഇൻട്രസ്റ്റ് കുറയുമ്പോഴേക്കും നമുക്ക് ലോൺ എടുത്ത് നമ്മുടെ ആവശ്യങ്ങൾ നടത്താം. അപ്പൊ ഇപ്പൊ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇൻട്രസ്റ്റ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇൻട്രസ്റ്റ് കുറയപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ലോൺ എടുക്കും. എല്ലാവരും ചെയ്യുന്നതല്ല, ആവശ്യമുള്ളവർ പോയി ലോൺ എടുക്കും. അപ്പൊ ലോൺ എടുക്കുമ്പോൾ ഒരുവിധപ്പെട്ട ആൾക്കാർ പോയി ബാങ്കിൽ പോയി ലോൺ എടുക്കുമ്പോൾ ആൾക്കാരുടെ കയ്യിലുള്ള പൈസക്ക് എന്താണ് സംഭവിക്കുന്നത്? അവിടെ പൈസ കൂടുന്നു. സോ ഇക്കോണമിയിലെ മണി സപ്ലൈക്ക് അവിടെ ഒരു ഹൈക്ക് വരുന്നു. അപ്പൊ എന്റെ കയ്യിൽ കൂടുതൽ കാശുണ്ട്, ലോൺ എടുത്തവരുടെ എല്ലാവരുടെയും കയ്യിൽ കൂടുതൽ കാശുണ്ട്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ പോയി എന്തെങ്കിലും ഒരു ആവശ്യം മനസ്സിൽ വിചാരിച്ച് ലോൺ എടുക്കുമ്പോൾ നമ്മൾ ആ ആവശ്യം മാത്രം, അതിനുവേണ്ടി മാത്രമാണോ ഈ ലോൺ വേണ്ടി ഉപയോഗിക്കുന്നത്? മിക്കവാറും അല്ല. അതിൽ നിന്ന് കുറച്ച് കാശ് എടുത്തിട്ട് നമ്മൾ മറ്റു ആവശ്യങ്ങളും കൂടെ നമ്മൾ നിറവേറ്റാനായിട്ട് ശ്രമിക്കുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് കാരണം അഗ്രിഗേറ്റ് ഡിമാൻഡും കൂടുന്നു. ടോട്ടൽ ഡിമാൻഡ് ഇൻ ദി ഇക്കോണമി കൂടുന്നു. അപ്പൊ ഡിമാൻഡ് ഇൻ ദി ഇക്കോണമി കൂടിയാൽ നമുക്കറിയാം ഡിമാൻഡ് ഇൻ ദി ഇക്കോണമി കൂടും, അതനുസരിച്ച് സപ്ലൈ കൂടണം എന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? പ്രൈസ് ഹൈക്ക് നടക്കും, ഇൻഫ്ലേഷൻ ഉണ്ടാകും. സോ ഇതാണ് മോണിറ്ററി ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ. അഗൈൻ നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ബേസ്ഡ് ഓൺ കോസസ് തന്നെയാണ്. ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ. അപ്പൊ എന്താണ് ഈ ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ? സോ ജസ്റ്റ് അസ്യൂം ചെയ്യുക, ഇപ്പൊ ഒരു ചെറിയ തോതിൽ ഇൻഫ്ലേഷൻ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ചെറിയ രീതിയിൽ ഇൻഫ്ലേഷൻ ഇപ്പൊ നമ്മുടെ മാർക്കറ്റിലുണ്ട്. ചെറിയ രീതിയിൽ ഇൻഫ്ലേഷൻ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ടെൻഡൻസി എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ, നമ്മൾ ഗോൾഡിന്റെ പ്രൈസ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഗോൾഡിന്റെ പ്രൈസിൽ ഇങ്ങനെ ഒരു വർധനവ് വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ നമ്മുടെ ഒരു ചിന്താഗതി എങ്ങനെ ആയിരിക്കും? നമ്മൾ വിചാരിക്കും ഓക്കെ, ഗോൾഡിന്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ. അപ്പോ നാളെയും മറ്റന്നാളെയും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇനിയും ഗോൾഡിന്റെ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ എക്സ്പെക്ടേഷൻ ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ എക്സ്പെക്ടേഷൻ ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ എക്സ്പെക്ടേഷൻ എന്തായിരിക്കും? കറന്റ് ഇൻഫ്ലേഷൻ റേറ്റ് എയ്തർ ഇത് കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഇൻഫ്ലേഷൻ ഫ്യൂച്ചറിൽ സംഭവിക്കാം. അപ്പൊ ഈ ഒരു എക്സ്പെക്ടേഷനോട് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് കാരണം ഇക്കോണമിയിൽ പല പല മാറ്റങ്ങൾ ഉണ്ടാവും. സോ നമ്മൾ ഈ എക്സ്പെക്ടേഷനോട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ കയ്യിലുള്ള വേജസ് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോ എവിടെയെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി, ഇത് വെച്ചിട്ട് ഫ്യൂച്ചറിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഓരോ ദിവസവും ഇൻഫ്ലേഷന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു, പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇവിടെയാണ് ലേബർ യൂണിയൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ലേബർ യൂണിയൻസ് അല്ലെങ്കിൽ ഈ വർക്കേഴ്സിന്റെ ഒക്കെ ഒരു അസോസിയേഷൻ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവര് തമ്മിൽ കൂടി ആലോചിച്ചിട്ട്
അവരൊരു തീരുമാനം എടുക്കും. വർക്കേഴ്സ് തമ്മിൽ കൂടി ആലോചിച്ചിട്ട് അവരൊരു തീരുമാനം എടുക്കും. നമ്മുടെ ഓണറിന്റെ അടുത്ത്, അല്ലെങ്കിൽ ഫാക്ടറി ഓണറിന്റെ അടുത്ത്, അല്ലെങ്കിൽ നമ്മളുടെ കമ്പനി ഓണറിന്റെ അടുത്ത്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അടുത്ത് നമ്മൾ ഹയർ വേജസ് അല്ലെങ്കിൽ ഹയർ സാലറി ഡിമാൻഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. സോ ആ ഒരു സമയം വന്നിരിക്കുകയാണ്. കാരണം എന്താണ്? ഇൻഫ്ലേഷന്റെ റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ പ്രസന്റ് സെനാറിയോയിൽ തന്നെ ഇക്കോണമി മുന്നോട്ട് പോകുന്നു, ഇൻഫ്ലേഷനിൽ തന്നെ ഇക്കോണമി മുന്നോട്ട് പോകുന്നു. അങ്ങനെ വരികയാണെങ്കിൽ ഒന്നുകിൽ പ്രസന്റ് റേറ്റ് ഫ്യൂച്ചറിലും കണ്ടിന്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ കൂടുതൽ ഇൻഫ്ലേഷൻ വരുന്നു. ഈ ഒരു സെനാറിയോ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉള്ള വേജസ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സാലറി വെച്ചിട്ട് നമുക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങാനും നമ്മുടെ ആവശ്യത്തിനുള്ള സർവീസസ് വാങ്ങാനും ഒന്നും നമുക്ക് ഈ ഒരു പ്രസന്റ് സെനാറിയോയിൽ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? ലേബർ യൂണിയൻസ് എല്ലാം കൂടി ഹയർ വേജസ് ഡിമാൻഡ് ചെയ്യും. ഓക്കെ, അപ്പോ ഇതെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? എക്സ്പെക്ടേഷൻ ആണ്, ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ ആണ്. ഓക്കെ, ഇന്ന് ഇങ്ങനെ സംഭവിക്കുന്നു, ഇന്നലെ അങ്ങനെ സംഭവിച്ചു, നാളെയും ഒരു ഇൻഫ്ലേഷൻ സെനാറിയോ ആയിരിക്കും. അപ്പൊ ഇത് കാരണം മോർ വേജസ് ഡിമാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. എന്തിനാണ് മോർ വേജസ് ഡിമാൻഡ് ചെയ്യുന്നത്? ടു കീപ്പ് അപ്പ് വിത്ത് എക്സ്പെക്ടഡ് ഇൻഫ്ലേഷൻ. എക്സ്പെക്ടഡ് ഇൻഫ്ലേഷനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു വേജസ് വേണം. ഇതാണ് നമ്മുടെ വർക്കേഴ്സിന്റെ ഇന്റൻഷൻ. സോ ഇതാണ് നമ്മൾ വേജ് പ്രൈസ് സ്പൈറൽ എന്ന് പറയുന്നത്. വേജ് പ്രൈസ് സ്പൈറൽ. ഓക്കെ, സോ അഗൈൻ ഹയർ വേജസ് ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പരിധി വരെ ഹയർ വേജസ് കിട്ടും. കാരണം ലേബർ യൂണിയൻസ് സ്ട്രൈക്കിലേക്ക് പോകുന്നു, അവർ പ്രൊട്ടസ്റ്റിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ കമ്പനീസ് ഹയർ വേജസ് ഒരു പരിധി വരെ കൂട്ടി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ വേജസ് കൂടുതൽ വരുമ്പോഴേക്കും എന്ത് പറ്റുന്നു? ഡിമാൻഡ് ഇവിടെ വീണ്ടും കൂടുന്നു, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇവിടെ വീണ്ടും കൂടുന്നു. ഇത് വീണ്ടും പ്രൈസിലേക്ക് നയിക്കും. അപ്പൊ ഇതൊരു ചെയിൻ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ കാരണം നമ്മൾ കൂടുതൽ വേജ് ഡിമാൻഡ് ചെയ്യുന്നു, അത് കാരണം അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നു, അത് കാരണം വീണ്ടും പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? വീണ്ടും പോയിട്ട് വേജസ് കൂടുതൽ വേണം എന്ന് പറയും, വീണ്ടും അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, വീണ്ടും പ്രൈസ് കൂടും. സോ ഇതിങ്ങനെ ഒരു ചെയിൻ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. സോ ദിസ് ഇസ് കോൾഡ് ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ. അടുത്തതാണ് സപ്ലൈ ഷോക്ക് ഇൻഫ്ലേഷൻ. അഗൈൻ ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ബേസ്ഡ് ഓൺ കോസസ് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഈ സപ്ലൈ ഷോക്ക് ഇൻഫ്ലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മൾ ഇന്റർനാഷണൽ ട്രേഡിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു നേഷനാണ് നമ്മുടെ നേഷൻ. അപ്പോൾ ഈ ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്പോർട്ട് വരുന്നു, ഇമ്പോർട്ട് വരുന്നു. അപ്പൊ എങ്ങാനും എന്തെങ്കിലും ഒരു പ്രശ്നം ഇന്റർനാഷണൽ ലെവലിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മുടെ ട്രേഡിനെ ബാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു നേഷനാണ്, അല്ലെ? ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു നേഷനാണ്. അപ്പോ റഷ്യ യുക്രൈൻ വാർ നടന്ന ആ ഒരു ഇൻസ്റ്റൻസ് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഈ റഷ്യ യുക്രൈൻ വാർ വന്നപ്പോൾ നമ്മുടെ ഓയിലിന്റെ പ്രൈസിനെ, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഓയിലിന്റെ പ്രൈസിനെ ഇത് ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിച്ചു. ഫോർ എക്സാമ്പിൾ, നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഈ ഓയിലിന് കൂടുതൽ പ്രൈസ് കൊടുക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നു. അപ്പോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ നേഷന്റെ അകത്ത് നടക്കുന്ന പ്രൊഡക്ഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഓയിലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് മാത്രമല്ല ഉപയോഗിക്കുന്നത്, പല മിഷൻസ് വർക്ക് ചെയ്യാനും നമ്മൾ ഈ ഓയിൽ ഉപയോഗിക്കുന്നു. അഗൈൻ ട്രാൻസ്പോർട്ടേഷന്റെ കേസ് മാത്രം എടുത്താൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് അത് ഫാക്ടറിയിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ഫൈനൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ, ഇതിനൊക്കെ നമ്മൾക്ക് ട്രാൻസ്പോർട്ടേഷന്റെ സൗകര്യം വേണം. അപ്പൊ ട്രാൻസ്പോർട്ടേഷന് ഡെഫിനറ്റ് ആയിട്ടും ഓയിൽ നിർബന്ധമാണ്, അല്ലെ? അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇക്കോണമിയിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. അപ്പൊ ഈ ഓയിലിന്റെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞത്, ഈ യുക്രൈൻ റഷ്യ വാർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോക്കാണ്, അല്ലെ? ഈ ഓയിലിനെയും നമ്മുടെ ഇന്റേണൽ പ്രൊഡക്ഷനെയും ഒക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ യുക്രൈൻ റഷ്യ വാർ നടന്നത് ഒരു ഷോക്കാണ്. അപ്പോൾ ഈ ഓയിലിന്റെ പ്രൊഡക്ഷനെയും ഓയിലിന്റെ സപ്ലൈനെയും ഒക്കെ അത് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇത് ജസ്റ്റ് ഒരു ജിയോ പൊളിറ്റിക്കൽ ഇവന്റ് മാത്രമാണ് ഈ യുക്രൈൻ റഷ്യ വാർ നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇത് മാത്രമല്ല, ചിലപ്പോൾ ചില നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഏതെങ്കിലും നേഷനിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഇങ്ങനെ ഇൻഫ്ലേഷനിലേക്ക് നയിക്കപ്പെടുന്നുണ്ട്. അപ്പോ സപ്ലൈ ഷോക്ക് വന്നാൽ ഡെഫിനറ്റ് ആയിട്ടും ഇൻഫ്ലേഷൻ വരും. അപ്പൊ ഇവിടുത്തെ ഓയിലിന്റെ കേസ് ഞാൻ പറഞ്ഞു, ഓയിലിന്റെ പ്രൈസ് കൂടി. അപ്പൊ ഓയിലിന്റെ പ്രൈസ് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ട്രാൻസ്പോർട്ടേഷൻ പ്രൈസ് കൂടി, അല്ലേ?
ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇവിടെ കൂടി. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഇത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നതിന് തുല്യമാണ്. അദ്ദേഹത്തിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെ കൂടുകയാണ്, കാരണം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് ഇവിടെ കൂടിയിരിക്കുന്നത്. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെ കൂടി, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്താണ് പ്രൊഡ്യൂസർ ചെയ്യുക? അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. സോ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടിയതിന്റെ ആ ഒരു ബേർഡൻ പതിയെ കൺസ്യൂമറിലേക്ക് ഇട്ടുകൊടുക്കും. അതെങ്ങനെയാണ് ഇട്ടുകൊടുക്കുന്നത്? ഫൈനൽ പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂടുന്നു, ഫൈനൽ പ്രോഡക്റ്റിന്റെ പ്രൈസ് അവിടെ കൂടുന്നു അല്ലെ? സോ ഇവിടെയും ഇൻഫ്ലേഷൻ ആണ് സംഭവിക്കുന്നത്. ഇതാണ് സപ്ലൈ ഷോക്ക് ഇൻഫ്ലേഷൻ. അടുത്ത ഒരു ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ. അഗൈൻ നമ്മൾ പറയുന്നത് ഇൻഫ്ലേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് തന്നെയാണ്. അപ്പൊ എന്താണ് ഈ സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ? ഇക്കോണമിയുടെ പല തരത്തിലുള്ള ഇൻഎഫിഷ്യൻസീസ് കൊണ്ടുണ്ടാകുന്ന ഇൻഫ്ലേഷനെയാണ് സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ബോട്ടിൽ നെക്ക് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇക്കോണമിക്ക് പല അവസരങ്ങളിൽ ഒരുപാട് ബാരിയേഴ്സ് ഫേസ് ചെയ്യേണ്ടി വരും, ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ട അവസ്ഥകൾ വരും. അപ്പൊ ഈ കടമ്പകൾ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് കടന്ന് മുന്നോട്ട് പോകാനായിട്ട് ഇക്കോണമിക്ക്. ഫോർ എക്സാമ്പിൾ, അഗ്രികൾച്ചറലിസ്റ്റ് അല്ലെങ്കിൽ ഫാർമേഴ്സ് കുറെ ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഫെസിലിറ്റി ഫാർമേഴ്സിന് ഇല്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? സ്റ്റോറേജ് ഫെസിലിറ്റി ഇല്ല എന്ന് വിചാരിക്കാം. സ്റ്റോറേജ് ഫെസിലിറ്റി ഇല്ല എങ്കിൽ അവിടെ വരുന്ന ഒരു സംഭവമാണ് ക്രോപ്പ് ഡാമേജ് അല്ലെ? ക്രോപ്പ് ഡാമേജ്. ആ ക്രോപ്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഡാമേജ് ആയി പോവുകയാണ്. ഒന്നുകിൽ മഴ കാരണം, അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള വെയിൽ കാരണം, അല്ലെങ്കിൽ എന്തെങ്കിലും എലിയോ മറ്റ് ജീവജാലങ്ങളോ വന്ന് അതിനെ ഡാമേജ് ചെയ്യുന്ന അവസ്ഥ. അപ്പൊ ഇങ്ങനെ ഒരു ക്രോപ്പ് ഡാമേജ് വരികയാണെങ്കിൽ നാളെ ഒരു കാലം സപ്ലൈക്ക് എന്താണ് സംഭവിക്കുന്നത്? സപ്ലൈക്ക് അവിടെ കുറവ് വരുന്നു. അപ്പൊ അഗൈൻ റിമെമ്പർ, സപ്ലൈ കുറയുന്ന ഒരു അവസ്ഥയിൽ ഡിമാൻഡും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? പ്രൈസ് ഓട്ടോമാറ്റിക്കലി കൂടും അല്ലെ? അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫെസിലിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണ്. ഈ അടുത്ത് തന്നെ പേപ്പറിൽ ഉണ്ടായിരുന്നു, അതായത് ഒരു ഫാർമർ, ഈ ഫാർമറാണ് അദ്ദേഹത്തിന്റെ ട്രക്കില് കിലോ കണക്കിന് ടൊമാറ്റോസ്, തക്കാളി ലോഡ് ചെയ്തിട്ട് മറ്റൊരു സ്റ്റേറ്റിൽ ഇത് വിൽക്കാനായിട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥ. അൺഫോർച്ചുനേറ്റ്ലി ഇയാള് അടുത്ത സ്റ്റേറ്റിൽ എത്തിയതിന് മുന്നേ തന്നെ അവിടെ അല്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റ് എത്തിയ ആ ഒരു ദിവസം അവിടെ ഹർത്താലായിരുന്നു. ഓക്കെ, അവിടെ ഹർത്താലായത് കാരണം അന്ന് മാർക്കറ്റ് ഒന്നും തുറന്നിട്ടില്ലായിരുന്നു. ഇദ്ദേഹത്തിന് അന്ന് ഈ തക്കാളി അവിടെ വിൽക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ അടുത്ത ദിവസം, ആദ്യത്തെ ദിവസം ഹർത്താൽ നടത്തിയ ആ പാർട്ടിയുടെ ഒപ്പോസിഷൻ പാർട്ടി അവര് നടത്തിയ ഹർത്താലായിരുന്നു. അതായത് 2 ദിവസം ചേർത്തുകൊണ്ട് ഹർത്താൽ വന്നു ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ. ഈ 2 ദിവസവും ഇദ്ദേഹം ഈ ഫാർമർ അല്ലെങ്കിൽ ഈ ലോറി ഡ്രൈവർ ഈ ടൊമാറ്റോസ് ട്രക്കിൽ തന്നെ വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അതിന്റെ അടുത്ത ദിവസം മാത്രമേ ഇദ്ദേഹത്തിന് ഈ ടൊമാറ്റോ മാർക്കറ്റിൽ എത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പൊ മാർക്കറ്റിൽ എത്തിച്ച സമയത്ത് നോക്കുമ്പോൾ ഈ ടൊമാറ്റോസ് ഏകദേശം 1/4 ഭാഗവും ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. 1/4 ഭാഗവും ചീഞ്ഞു പോയ ഈ ടൊമാറ്റോ ആരാണ്, ഏത് സെല്ലറാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? ആരാണ് ഇത് ഞാൻ വാങ്ങിച്ചോളാം എന്നിട്ട് ഞാൻ സാധാരണക്കാർക്ക് വിറ്റോളാം എന്ന് പറയുന്നു? ആരും അങ്ങനെ സമ്മതിക്കില്ല. കാരണം ഓരോരുത്തരും അവരവരുടെ പ്രോഫിറ്റ് ആണ് നോക്കുന്നത് അല്ലെ? അപ്പോ അത് കാരണം എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രക്ക് ഡ്രൈവറിന് ഈ ടൊമാറ്റോസ് വിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഇദ്ദേഹം ഇത് അവിടെ ഒരു ഓപ്പൺ ഫീൽഡിൽ, ഒരു ഓപ്പൺ ഏരിയയിൽ കൊണ്ടുപോയി ഡംപ് ചെയ്തു, അവിടെ കൊണ്ടുപോയി കളഞ്ഞു. എന്നിട്ട് അദ്ദേഹം ആ സൈഡിൽ ഇരുന്ന് കരയുന്ന ഒരു ഫോട്ടോ ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു. സോ ഇതൊക്കെ ഇൻഎഫിഷ്യൻസീസ് ആണ് അല്ലെ? ഇൻഎഫിഷ്യൻസീസ് ആണ്. അപ്പൊ ഇങ്ങനെ ഇൻഎഫിഷ്യൻസി വരുമ്പോ എന്താണ് സംഭവിക്കുന്നത്? അന്നേ ദിവസം മാർക്കറ്റിൽ വിൽക്കേണ്ടിയിരുന്ന ടൊമാറ്റോ ആണ് അവിടെ മാർക്കറ്റിൽ കൊണ്ടുവരാൻ പറ്റുമായിരുന്ന ഒരു സപ്ലൈ ആണ് അവിടെ ഇല്ലാതായത്. അപ്പൊ സപ്ലൈക്ക് അവിടെ കുറവാണ് സംഭവിച്ചത്. ഈ സപ്ലൈ അവിടെ കുറയുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുതൽ സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് അവിടെ കൂടുകയും കൂടി ആണെങ്കിൽ എന്താണ് അവിടെ ഓട്ടോമാറ്റിക്കലി പ്രൈസിന് സംഭവിക്കുക? പ്രൈസ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും അല്ലെ? അതേപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയിൽ ഇൻഎഫിഷ്യൻസി വരെയാണ്, ക്രോപ്പ് ലോസ് ഉണ്ടാവുകയാണ്. ഫാർമേഴ്സിന് ക്രോപ്പ് ലോസ് ഉണ്ടാവുകയാണ്. ക്രോപ്പ് ലോസ് എന്തെങ്കിലും ഡിസാസ്റ്റർ കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ഇൻസെക്ട് അറ്റാക്കോ പെസ്റ്റ് അറ്റാക്കോ കാരണമോ ക്രോപ്പ് ലോസ് ഉണ്ടാക്കിയാൽ അഗൈൻ അഗ്രിഗേറ്റ് സപ്ലൈ അവിടെ കുറയുന്നു. പക്ഷെ ഡിമാൻഡ്
പഴയ രീതിയിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിമാൻഡ് കുറച്ചുകൂടെ കൂടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രൈസ് ഇൻക്രീസ് ചെയ്യും. സോ ഇതൊക്കെയാണ് സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ. അടുത്തത് പ്രോട്ടീൻ ഇൻഫ്ലേഷൻ. ഇത് വളരെ റെയർ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ഇൻഫ്ലേഷൻ ആണ്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഇൻഫ്ലേഷൻ ആണ് പ്രോട്ടീൻ ഇൻഫ്ലേഷൻ. എഗൈൻ നമ്മൾ ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ബേസ്ഡ് ഓൺ കോസസ് തന്നെയാണ് നോക്കുന്നത്. എന്താണ് ഈ പ്രോട്ടീൻ ഇൻഫ്ലേഷൻ? ഇപ്പൊ എന്റെ ഇൻകം ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇപ്പൊ എന്റെ ഇൻകം ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ എന്റെ ഇൻകം ഡബിൾ ആയി എന്ന് വിചാരിക്കാം. അപ്പൊ എന്റെ ഇൻകം ഡബിൾ ആവുമ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ, ഇന്നലെ വരെ എനിക്ക് വളരെ കുറച്ച് ഇൻകം ഒക്കെ ആയിരുന്നുകൊണ്ട് എനിക്ക് എന്റെ ഹെൽത്തിലൊന്നും അധികം ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊന്നും വാങ്ങി കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് കുറച്ചുകൂടി ഇൻകം കിട്ടി. അപ്പൊ ഇനി മുതൽ നല്ല നല്ല ഹെൽത്ത് ഹാബിറ്റ്സ് വേണം. ഇപ്പൊ ഡയറ്റിലൊക്കെ നല്ല ഫോക്കസ് വേണം, നല്ല രീതിയിൽ ഞാൻ കെയർ കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ഞാൻ ഇനി മുതൽ എന്ത് ചെയ്യുന്നു, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഐറ്റംസ് കൂടുതൽ ഡിമാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഐറ്റംസ് കൂടുതൽ ഡിമാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ. ഡിമാൻഡ് ഫോർ ന്യൂട്രീഷ്യസ് ഫുഡ് അവിടെ കൂടുന്നു. അപ്പൊ എന്റെ ഡിമാൻഡ് ഫോർ ന്യൂട്രീഷ്യസ് ഫുഡ് അവിടെ കൂടിയാൽ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ എന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇതൊരു ഹോൾ ഇക്കോണമിയിൽ സംഭവിക്കുന്നതാണ് എന്ന് വിചാരിക്കും. ആൾക്കാരുടെ ഇൻകം കൂടുന്നു. ആൾക്കാരുടെ ഇൻകം കൂടുമ്പോൾ ആൾക്കാർ കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആകുന്നു. അപ്പൊ ഇത് കാരണം അവരുടെ ഹെൽത്ത് ഹാബിറ്റ്സിന് അല്ലെങ്കിൽ ഡയറ്ററി ഹാബിറ്റ്സിന് ചേഞ്ച് വരുന്നു. ആൾക്കാർ വിചാരിക്കുകയാണ് ഇനി മുതൽ നല്ല ഫുഡ് കഴിച്ച് നല്ല രീതിയിൽ ഫിറ്റ് ആയിട്ട്, അതായത് ഹെൽത്തി ആയിട്ട് ഇരിക്കണം. സോ അവരുടെ പ്രോട്ടീൻ റിച്ച് ഐറ്റംസിന്റെ ഡിമാൻഡ് അവിടെ കൂടുന്നു. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു? ഈ ഐറ്റംസിന്റെ എല്ലാം പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. കാരണം എന്താണ്? അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടി, പെട്ടെന്ന് സപ്ലൈ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സപ്ലൈ റിമൈൻസ് ദ സെയിം അല്ലെങ്കിൽ സപ്ലൈ ഇസ് കോൺസ്റ്റന്റ്. അങ്ങനെ വരുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. സോ ദിസ് ഇസ് കോൾഡ് പ്രോട്ടീൻ ഇൻഫ്ലേഷൻ. ഇനി നമ്മൾ ബേസ്ഡ് ഓൺ കോസസ് പലതരത്തിലുള്ള ഇൻഫ്ലേഷനെ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് എങ്ങനെയാണ് റേറ്റ് അനുസരിച്ചിട്ട് ഇൻഫ്ലേഷനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിലേക്കാണ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. നിങ്ങൾ ക്രീപ്പേഴ്സിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ചെറിയ ക്ലാസ്സിൽ, ക്രീപ്പേഴ്സ്, ക്ലൈംബേഴ്സ് എന്നൊക്കെ. ക്രീപ്പേഴ്സ് എന്താണ്? എഴഞ്ഞെഴഞ്ഞു പോകുന്ന ഒരു കൈൻഡ് ഓഫ് ഇൻഫ്ലേഷൻ. ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എഴഞ്ഞു പോകുന്ന ചില ചെടികൾ, നമ്മൾ തറയിൽ കൂടി ഇങ്ങനെ പോകുന്ന ചെടികളുണ്ടല്ലോ, വള്ളിച്ചെടികൾ. സോ അതാണ് ക്രീപ്പേഴ്സ്, സാധാരണ ക്രീപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഈ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ മൈൽഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ, അല്ലെങ്കിൽ വളരെ ലോ റേറ്റില് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സെനാറിയോ ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. വളരെ ഗ്രാജുവൽ ആണ്, പതിയെ പതിയെ ഇത് സംഭവിക്കത്തുള്ളൂ, വളരെ സ്ലോ ആണ്. അതായത് ഒരു വർഷത്തില് ഒരു ലെസ് ദാൻ 3% ആയിരിക്കും പ്രൈസ് ഹൈക്ക് വരുന്നത്. പ്രൈസ് ഹൈക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആനുവലി ലെസ് ദാൻ 3% ആയിരിക്കും ഈ ക്രീപ്പിംഗ് ഇൻഫ്ലേഷനിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ വളരെ മാനേജബിൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഇൻഫ്ലേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇക്കോണമിയിൽ അത് മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. കാരണം നമുക്കൊരു സിഗ്നൽ ഓൾറെഡി കിട്ടുന്നുണ്ട്. വളരെ സ്ലോ ആയിട്ട്, വളരെ ഗ്രാജുവൽ ആയിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങളൊന്നും കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമായിരിക്കുമല്ലോ. പക്ഷേ ഇതൊരു പോസിറ്റീവ് സിഗ്നൽ ആയിരിക്കും നമുക്ക് തരുന്നത്. അതായത് നമ്മുടെ ഇക്കോണമിയിൽ ഡിമാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ അത് കാരണം എന്ത് സംഭവിക്കുന്നു? ഡിമാൻഡ് ചെറിയ രീതിയിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കണം ഓക്കെ, ഇനി ആൾക്കാർക്ക് വേണ്ട ഐറ്റംസ്, വേണ്ടത്രയും ക്വാണ്ടിറ്റി നമ്മൾ മാർക്കറ്റിൽ എത്തിക്കണം. അപ്പൊ അതിനായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമിയിൽ കൂടുന്നു. അതേപോലെ പ്രൊഡക്ഷൻ കൂടുന്നു. അപ്പൊ പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രൊഡക്ഷൻ കൂടുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് കിട്ടുന്നു. കാരണം അൺഎംപ്ലോയ്മെന്റ് കുറയും അല്ലെ, ഡിമാൻഡ് ഫോർ വർക്കേഴ്സ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എംപ്ലോയ്മെന്റ് കൂടുന്നു. എംപ്ലോയ്മെന്റ് കൂടുമ്പോൾ ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ ഇൻകം കിട്ടുന്നു. ഇത് പതിയെ പതിയെ ഗ്രോത്തിലേക്ക് നയിക്കുന്നു. അപ്പോ ഈ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് സിഗ്നൽ ആണ്. വളരെ ഗ്രാജുവൽ ആയിട്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ കയ്യിലും സമയമുണ്ട്. ഗവൺമെന്റിന്റെ കയ്യിൽ സമയമുണ്ട്, RBIയുടെ കയ്യിൽ സമയമുണ്ട്, എല്ലാവരുടെ കയ്യിലും സമയമുണ്ട്. അപ്പൊ ഇത് ഒരു ഗുഡ് സിഗ്നൽ ആണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ഇക്കോണമിയിൽ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ വേണം. അടുത്ത ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ബേസ്ഡ് ഓൺ റേറ്റ് ആണ് വാക്കിംഗ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ട്രോട്ടിംഗ് ഇൻഫ്ലേഷൻ.
അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇക്കോണമിയിൽ പ്രൈസ് ഹൈക്ക് സംഭവിക്കുന്നു, പക്ഷെ ഇതൊരു മോഡറേറ്റ് ഫേസിൽ സംഭവിക്കുന്നു. അപ്പൊ ക്രീപ്പിംഗ് ഇൻഫ്ലേഷനിൽ നിന്നും വിട്ട് കുറച്ചും കൂടെ വലിയ രീതിയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ ആനുവലി ഒരു 3% to 10% ആണ് പ്രൈസ് ഹൈക്ക് വരുന്നത്. ഓക്കെ, അപ്പോ ഇത് കുറച്ച് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഇരിക്കേണ്ട ഒരു കാര്യമാണ് ഈ വാക്കിംഗ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ത്രോട്ടിംഗ് ഇൻഫ്ലേഷൻ. കാര്യം എന്താന്ന് വെച്ചാൽ ഇത് സമയത്ത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുകൾ ഇക്കോണമിയിൽ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിസ്ക്കൽ പോളിസി ആയാലും മോണിറ്ററി പോളിസി ആയാലും സമയത്ത് തന്നെ എടുത്തുകൊണ്ടിരിക്കണം. അൺകൺട്രോൾഡ് ആയിട്ടുള്ള വാക്കിംഗ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ത്രോട്ടിംഗ് ഇൻഫ്ലേഷൻ അടുത്ത ലെവൽ ഓഫ് ഇൻഫ്ലേഷനിലേക്ക് നയിക്കുകയും അത് വളരെ ബുദ്ധിമുട്ടുകൾ ഇക്കോണമിയിൽ ഉണ്ടാക്കുകയും ചെയ്യും. സോ ഇവിടെ ഗവൺമെന്റ് വളരെ കോൺഷ്യസ് ആയിട്ടിരിക്കണം. ഇൻഫ്ലേഷൻ നിർത്തേണ്ടടുത്ത് നിർത്തണം. അത് അഗൈൻ RBI വളരെ കോൺഷ്യസ് ആയിട്ടിരിക്കണം. RBIയുടെ മോണിറ്ററി പോളിസി കൊണ്ട് ഇൻഫ്ലേഷൻ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണം. ഇതില്ലെങ്കിൽ വളരെ ബാഡ് ആയിട്ടുള്ള കോൺസിക്വൻസിലേക്ക് ഇക്കോണമിയെ നയിക്കും. അടുത്ത കൈൻഡ് ഓഫ് ഇൻഫ്ലേഷൻ ബേസ്ഡ് ഓൺ റേറ്റ് ആണ് ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ. അപ്പോൾ ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ നമ്മൾ ഹൂപ്പിംഗ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ റണ്ണിങ് ഇൻഫ്ലേഷൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇത് വളരെ കഷ്ടകാലം പിടിച്ച ഒരു സെനാറിയോ ആണ്. അതായത് നമ്മൾ പ്രൈസ് ഹൈക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 10% മുതൽ 50% വരെയൊക്കെ പ്രൈസ് അങ്ങ് ഇൻക്രീസ് ചെയ്ത് പോവാം. അഗൈൻ ആനുവലി ഇങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ? വളരെ റാപ്പിഡ് ആയിട്ടായിരിക്കും ഈ പ്രൈസ് ഹൈക്ക് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഇക്കോണമിയുടെ സ്റ്റെബിലിറ്റിയെ തന്നെ വളരെ നെഗറ്റീവ് ആയിട്ടായിരിക്കും ബാധിക്കുന്നത്. നമ്മുടെ പർച്ചേസിംഗ് പവറിനെയൊക്കെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന സാലറി ഒന്നും അല്ലാത്ത ഒരു അവസ്ഥ വരും. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ആ ഒരു വാക്കിംഗ് ഇൻഫ്ലേഷൻ സ്റ്റേജിൽ തന്നെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഇക്കോണമിയെ നയിക്കും. അടുത്തതാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ആനുവലി ഒക്കെ കടന്നുപോയി. ഇനി ഒരു മന്ത്ലി നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇൻഫ്ലേഷൻ ഒരു 50% ഒക്കെ വന്നിട്ടുണ്ടാവും. അതായത് മോർ ദാൻ 50% ഒക്കെ ചിലപ്പോൾ മന്ത്ലി പ്രൈസ് ഹൈക്ക് സംഭവിക്കും. മോർ ദാൻ 50% മന്ത്ലി സംഭവിക്കുക എന്ന് വെച്ചാൽ എന്തായിരിക്കും അതിന്റെ ഒരു അവസ്ഥ? നമുക്ക് ചിന്തിക്കാൻ തന്നെ കഴിയില്ല. സോ ഇത് നമ്മുടെ കറൻസിയുടെ വാല്യൂവിനെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും. കാരണം നമ്മൾ ഓൾറെഡി കണ്ടത് എന്താണ്? ഇൻഫ്ലേഷൻ വരുമ്പോൾ പർച്ചേസിംഗ് പവർ ഓഫ് മണി അവിടെ കുറയുന്നു, വാല്യൂ ഓഫ് മണി അവിടെ കുറയുകയാണ് ചെയ്യുന്നത്, അല്ലെ? നമ്മുടെ പർച്ചേസിംഗ് പവർ അവിടെ കുറയുന്നു, വാല്യൂ ഓഫ് മണി അവിടെ കുറയുന്നു. അങ്ങനെ വരുന്ന ഒരു അവസ്ഥയാണ് ഓൾറെഡി ഇൻഫ്ലേഷൻ. അപ്പൊ അതിന്റെ കൂടെ ഒരു മന്ത്ലി മോർ ദാൻ 50% പ്രൈസ് ഹൈക്ക് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറൻസിയുടെ വാല്യൂവിനെ തന്നെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. സോ ഹൈപ്പർ ഇൻഫ്ലേഷൻ ഇസ് വെരി ബാഡ്. ദി ഇക്കോണമി ഒരു ഇറക്കവറബിൾ ആയിട്ടുള്ള ഒരു ക്രൈസിസിലേക്ക്, കരകയറാൻ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു ക്രൈസിസിലേക്ക് നയിക്കും. സോ ദാറ്റ് ഇസ് കോൾഡ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇൻഫ്ലേഷൻ എന്താണെന്നും ഇൻഫ്ലേഷന്റെ ഡിഫറെന്റ് ടൈപ്സിനെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു. നമ്മൾ പഠിച്ചു എല്ലാ ഇൻഫ്ലേഷനും ബാഡ് അല്ല. ഒരു 3% ലെസ് ദാൻ 3% ഒക്കെ ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇക്കോണമിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇക്കോണമിയെ വളർത്തുന്ന ഒരു സെനാറിയോയിലേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ വാക്കിംഗ് ഇൻഫ്ലേഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇക്കോണമിക്ക് ഒരു സിഗ്നൽ ആണ് കൊടുക്കുന്നത്. ഇവിടെ നിർത്തണം ഇൻഫ്ലേഷൻ എന്നുള്ള ഒരു സിഗ്നൽ ഇക്കോണമിക്ക് കൊടുക്കുകയാണ്. സോ ഹൈ ഇൻഫ്ലേഷൻ എപ്പോഴും ഇക്കോണമിക്ക് ഒരു ഡീസ്റ്റെബിലൈസേഷൻ ഇഫക്റ്റ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അതിലേക്ക് ഇക്കോണമിയെ നയിക്കാൻ നമ്മുടെ ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും അനുവദിച്ചുകൂടാ എന്നൊക്കെ നമ്മൾ ഇന്ന് കണ്ടു. അപ്പൊ ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കൺസ്യൂമറിനെ സംബന്ധിച്ചിട്ടായാലും ബിസിനസ്സുകാരെ സംബന്ധിച്ചിട്ടായാലും അതായത് പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചായാലും അത് വളരെ ബുദ്ധിമുട്ട് ഉള്ള ഒരു അവസ്ഥയാണ്. കാരണം പർച്ചേസിംഗ് പവർ ഓഫ് മണി അവിടെ കുറയുന്നു, അതേപോലെ തന്നെ മണിയുടെ വാല്യൂ അവിടെ കുറയുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും ഒക്കെ എടുത്ത് നമ്മുടെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യേണ്ട സമയത്ത് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്കോണമിക്ക് എന്നും നല്ല ഒരു അവസ്ഥയായിരിക്കും. സോ ഓൾവേസ് എൻഷുർ ദാറ്റ് മൈൽഡ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ലോ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ ദാറ്റ് ഈസ് ഗുഡ്. ബട്ട് അത് മറികടന്ന് ഒരു കാരണവശാലും ഇൻഫ്ലേഷൻ പോകാൻ അനുവദിച്ചുകൂടാ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ അതായിരുന്നു ഇന്നത്തെ സെഷൻ. ഹോപ്പ് യു കുഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ഇനി പറയാനുള്ളത് നമ്മുടെ ലേൺ എക്കണോമി ആപ്പിനെ പറ്റിയിട്ടാണ്.
അപ്പോൾ നിങ്ങൾക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ആപ്പാണ് ഈ ലേൺ എക്കണോമി ആപ്പ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്നും കൂടെ പറഞ്ഞോട്ടെ. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന്റെ ആൻസേഴ്സും കിട്ടുന്നുണ്ട്. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഇക്കണോമിക്സിൽ ഉണ്ടല്ലോ അല്ലെ. ഇക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻസ് നമ്മുടെ PSCയിൽ തന്നെ ഒരുപാട് തലങ്ങളിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ഒരുപാട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സും ഒക്കെ ഇവിടെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഫ്രീ MCQ ബേസ്ഡ് വീക്ക്ലി ടെസ്റ്റും ഇവിടെ കിട്ടുന്നതായിരിക്കും. സോ ഇതിന്റെ ലിങ്ക് അഗൈൻ പറയുന്നു, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം. അഗൈൻ അടുത്ത ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ദാറ്റ്സ് ഓൾ. You can like, share and subscribe to our channel for more such videos. Thank you.